മിണ്ടാതെ ഇരിക്കൂ പിള്ളേരെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ നിങ്ങൾക്ക്? ഇന്നാണ് ഓണം. മഹാബലി രാജാവ് വർഷം തോറും മലയാളികളെ കാണാൻ വരുന്ന ദിവസം. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് നമുക്കൊരു ഓണപ്പാട്ട് കേൾക്കാം. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമില്ല താനും. മഹാബലി തമ്പുരാനെ കുറിച്ചുള്ള പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുൻപ് ഇന്ന് വരെ പഠിച്ചതൊക്കെ നമുക്കൊന്ന് ഓർത്തു നോക്കാം. പറയൂ, ഇതുവരെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും. സ്വരാക്ഷരങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്ക് പറയാം? അ ആ ഇ ഈ ഉ ഊ ഋ എ ഏ ഐ ഒ ഓ ഔ അം അ. ഇനി വ്യഞ്ജനാക്ഷരങ്ങൾ ആര് പറയും? ക ഖ ഗ ഘ ങ. ഛ ഛ ജ ജ ന. ഡ ഠ ഡ ഡ ന. ഥ ഥ ദ ദ ന. ഭ ഫ ബ ബ മ. യ ര ല വ ശ ഷ സ ഹ ല റ റ. കൊള്ളാം. അക്ഷരങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ശരി, അക്ഷരങ്ങൾ കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ അക്കങ്ങളിലെ കുറച്ച് പാട്ട് പഠിച്ചല്ലോ. എന്നാൽ ആ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ? ഒരു പച്ചത്തവള ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം രണ്ട്. രണ്ട് പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം മൂന്ന്. മൂന്ന് പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം നാല്. നാല് പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം അഞ്ച്. അപ്പോ അതായിരുന്നു അക്കങ്ങളെ കുറിച്ചുള്ള നമ്മുടെ തവളപ്പാട്ട്. ഇനി നമ്മൾ നിറങ്ങളെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. അതും ഒരു പാട്ടിലൂടെ ആവാം അല്ലേ? പാട്ടുകൾ നമുക്ക് കുറേ ഇഷ്ടമാണ്. എന്നാൽ ഈ പാട്ട് കേട്ട് പഠിച്ചോളൂ. ആകാശത്തിൻ നിറമെന്ത്? നീലനിറം താൻ ആകാശം. മുല്ലപ്പൂവിൻ നിറമെന്ത്? നല്ല നിലഞ്ഞൊരു വെള്ള നിറം. തട്ടക്കിളിയുടെ നിറമെന്ത്? ഹരിതകമണയും പച്ച നിറം. കാകൻ തന്നുടെ നിറമെന്ത്? സ്വരം കാട്ടും കറുപ്പു നിറം. തെച്ചിപ്പൂവിൻ നിറമെന്ത്? തീരത കാട്ടും ചുവപ്പു നിറം. ചേമന്തിപ്പൂ നിറമെന്ത്? മംഗളമരുളും മഞ്ഞ നിറം. പാട്ടെല്ലാവരും പഠിച്ചല്ലോ. ഇനി പറയൂ, നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു? അക്ഷരങ്ങൾ, അക്കങ്ങൾ, നിറങ്ങൾ. അതെ, പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. അടുത്ത ക്ലാസ്സിൽ എല്ലാവരും ഇതൊക്കെ പഠിച്ചിട്ട് വേണം വരാൻ.
അപ്പോൾ നമുക്കെല്ലാവർക്കും ചേർന്നു നന്മയുടെയും സമൃദ്ധിയുടെയും ഒരു ഓണക്കാലം കൂടി ആശംസിക്കാം, അല്ലെ? എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.